ബി.ജെ.പി. നേതാക്കളുമായി ചർച്ച നടത്തിയ എസ് രാജേന്ദ്രനെ തള്ളി സിപിഎം മൂന്നാർ ഏരിയ കമ്മിറ്റി. സഹതാപ തരംഗം സൃഷ്ടിച്ച് പുറത്തുപോകാനുള്ള രാജേന്ദ്രന്റെ നീക്കം അനുവദിക്കില്ല. കെ.വി. ശശിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിപിഐഎം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ.കെ. വിജയൻ പറഞ്ഞു. തനിക്കൊപ്പം നിൽക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചൊതുക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. ശശിയാണെന്നുമായിരുന്നു രാജേന്ദ്രന്റെ ആരോപണം. ഇതിന് പിന്നാലെ രാജേന്ദ്രന്റെ ആരോപണം തള്ളി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.വി. ശശി തന്നെ രംഗത്തെത്തുകയും രാജേന്ദ്രൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടർന്നാൽ താനും ചിലത് വിളിച്ചു പറയുമെന്നും കെ.വി. ശശിയും വ്യക്തമാക്കിയിരുന്നു. ഇതോടൊപ്പമാണ് രാജേന്ദ്രനെതിരെ സിപിഐഎം മൂന്നാർ ഏരിയ കമ്മിറ്റി ഒന്നാകെ രംഗത്തെത്തിയിരിക്കുന്നത്. സഹതാപ തരംഗം സൃഷ്ടിച്ച പുറത്തു പോകാനാണ് രാജേന്ദ്രന്റെ നീക്കം. അടിച്ചൊതുക്കാൻ രാജേന്ദ്രനൊപ്പം ആരാണുള്ളതെന്നും സിപിഐഎം മൂന്നാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ.കെ. വിജയൻ ചോദിച്ചു. കൂടെ നിൽക്കുന്ന ആളുകളെ ആക്രമിച്ചു എന്ന് പറയാൻ രാജേന്ദ്രന്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ആളൊന്നുമില്ല. സിപിഎമ്മിന്റെ കൂടെയുള്ള ആളുകൾ സിപിഎമ്മിന്റെ കൂടെ തന്നെ ഉണ്ട്. നിരന്തരമായി പാർട്ടി പുള്ളിനെ ആക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു. അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി രാജേന്ദ്രൻ ഒരു സഹതാപത്തിൽ കൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അത് പാർട്ടിയുടെ ചെലവിൽ വേണ്ട. സിപിഎമ്മിനും ചില നേതാക്കന്മാർക്കുമെതിരെ എസ് രാജേന്ദ്രൻ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇടുക്കിയിലെ ജില്ലാ നേതൃത്വത്തെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ ഇപ്പോഴും രാജേന്ദ്രന് അവസരമുണ്ടെന്ന് സിപിഐഎം ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും ജില്ലയിലെ മുതിർന്ന നേതാക്കളും പ്രാദേശിക നേതൃത്വവും രാജേന്ദ്രനെ പാടെ തള്ളുകയാണ്. രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോയാലും പാർട്ടിക്ക് പ്രശ്നമില്ല എന്ന നിലപാടിലാണ് ഇവർ. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.